തൃശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം. അജിത് കുമാറിന്റെ റിപ്പോർട്ട് പുറത്ത്. തൃശൂർ പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് പൂരം കലക്കൽ അന്വേഷിച്ച ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം മുൻകൂട്ടി തീരുമാനമെടുത്തിരുന്നതായും സുന്ദർ മേനോൻ, ഗിരീഷ്, വിജയമേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവർ പ്രവർത്തിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ നിശ്ചയിച്ച പ്രകാരം പൂരം നിർത്തിവെച്ചതായി ഇവർ പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് റിപ്പോർട്ടിലില്ല. ചില രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിനെതിരായി ഇത് ഉപയോഗിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ, RSS നേതാവ് വത്സൻ തില്ലങ്കേരി എന്നിവരുടെ പേരുകൾ മൊഴിയുടെ രൂപത്തിൽ അനുബന്ധമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചെന്നും തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തി ഉത്സവം അട്ടിമറിച്ചുവെന്നുമാണ് ADGPയുടെ റിപ്പോർട്ട്. നിയമവിരുദ്ധമായ ആവശ്യങ്ങൾ അനുവദിക്കാതിരുന്നാൽ പൂരം അട്ടിമറിക്കണമെന്ന തീരുമാനം നേരത്തെ എടുത്തിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. തിരുവമ്പാടി ദേവസ്വം ആദ്യം മുതൽ തന്നെ നിയമവിരുദ്ധവും നടപ്പിലാക്കാൻ സാധിക്കാത്തതുമായ ആവശ്യങ്ങൾ ഉന്നയിച്ചും ചെറിയ വിഷയങ്ങൾ ഊതിപ്പെരുപ്പിച്ചും പൂരം പൂർത്തീകരിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തി പൂരം നിർത്തിവെപ്പിച്ചു. സംസ്ഥാന ഭരണകൂടത്തിനും ജില്ലാ ഭരണകൂടത്തിനുമെതിരെ വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും തൽപര കക്ഷികളും ചേർന്ന് സ്ഥാപിത താൽപര്യത്തിനായി പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയലാഭത്തിനായി തൽപര കക്ഷികൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസ് നിയമപ്രകാരമാണ് പ്രവർത്തിച്ചതെന്ന് കമ്മീഷൻ അങ്കിത് അശോകിന്റെ പ്രവർത്തനത്തോടുള്ള നീരസം ചില പോലീസുകാർ പൂരക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. പൂരം നടത്തുകയല്ല, തൊടുന്യായം പറഞ്ഞ പൂരം അട്ടിമറിക്കുകയായിരുന്നു ഉദ്ദേശമെന്നും റിപ്പോർട്ടിൽ പറയുന്നു.